ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ യാത്ര പാതി പിന്നിട്ടിരിക്കെ ഈ നോമ്പ് നമ്മോട് സംവദിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിൽ ഞാൻ ഉറക്കിക്കെടുത്തിയിരിക്കുന്ന എൻ്റെ ശരിയായ മുഖത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കേണ്ടതില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യം ഈ നോമ്പ് നമ്മോട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ പീലാത്തോസിനെ പറ്റി പറയുന്നുണ്ട്. പീലാത്തോസ് ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് എന്നോട് മിണ്ടാതിരിക്കുന്നത്? നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? നിന്നെ ശിക്ഷിപ്പാനും നിന്നെ വിധിപ്പാനും വിട്ടുകൊടുപ്പാനും അധികാരമുള്ളവനാണ് ഞാനെന്ന് നീ തിരിച്ചറിയുന്നില്ലയോ? ഞാൻ ഈ വേദഭാഗം പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പീലാത്തോസുണ്ട്. എന്താണ് പീലാത്തോസിൻ്റെ ഗുണഗണങ്ങൾ എന്നൊക്കെ വേദഭാഗം പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധ്യമാണ്. അധികാരത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുവാനായിട്ട് അസത്യത്തെ കൂട്ടുപിടിച്ച വ്യക്തിയാണ് പീലാത്തോസ് എന്ന് ആ വേദഭാഗം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് സൃഷ്ടാവിനോട് സൃഷ്ടിയായ മനുഷ്യൻ ചോദിക്കുകയാണ്, നിന്നെ ശിക്ഷിക്കുവാനും നിന്നെ വിട്ടുകൊടുക്കാനും വിടിവിപ്പാനും അധികാരമുള്ളവനാണ് ഞാനെന്ന് നീ അറിയുന്നില്ലയോ? എന്തോരം വലിയൊരു തമാശയാണത്. ക്രിസ്തു അവിടെ വളരെ മൗനമായി നിന്നത് കേൾക്കുകയാണ്. പ്രത്യേകിച്ച് പീലാത്തോസിനെ പറ്റി അവിടെ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അധികാരത്തിൻ്റെ മത്തുപിടിച്ച ഒരു മനുഷ്യൻ്റെ വെല്ലുവിളി നമുക്കവിടെ കാണുവാനായിട്ട് സാധ്യമാണ്. പല സാഹചര്യത്തിലും പല മേഖലകളിലുമൊക്കെ അധികാരം ദൈവം മുമ്പാകെയുള്ള ഒരു വെല്ലുവിളിക്ക് കാരണമായി തീരുന്നത് നമ്മളൊക്കെ കാണാറുണ്ട്. അധികാരത്തിൻ്റെ മത്തുപിടിച്ച മനുഷ്യൻ്റെ പ്രതീകമായിട്ട് പീലാത്തോസ് അവിടെ മാറുമ്പോൾ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് ചോദിക്കുകയാണ്, നിന്നേക്കാൾ അധികാരവും ശ്രേഷ്ഠനുമായ ഞാൻ പറയുന്നത് നീ എന്താണ് കേൾക്കാത്തത് എന്ന്? നിന്നേക്കാൾ അധികാരമുള്ളവനാണ് ഞാനെന്ന് നീ മനസ്സിലാക്കാത്തത് എന്താണ് എന്ന്? പീലാത്തോസ് നമ്മുടെയൊക്കെ പ്രതീകമാണ്. പ്രത്യേകിച്ച് നാം മറച്ചു പിടിച്ച നമ്മുടെ ശരിയായ മുഖത്തിൻ്റെ പേരാണ് പീലാത്തോസ്. പലർക്കും വേണ്ടി പലരുടെ മുമ്പാകെ നാം അഭിനയിച്ച് തിമിർക്കുമ്പോൾ നമ്മൾ മറച്ചു പിടിച്ച മുഖമാണ് പീലാത്തോസ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അധികാരത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുവാനായിട്ട് പീലാത്തോസ് ശ്രമിക്കുന്ന ഒരു വലിയ പരിശ്രമമാണത്. സത്യത്തിൽ നമ്മളും അങ്ങനെയല്ലേ സുഹൃത്തെ? നമ്മുടെ അധികാരം, നമ്മുടെ കംഫേർട്ട് സോൺ നഷ്ടമാകാതിരിക്കാൻ അസത്യത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ അധികാരത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള നാം എല്ലാവരും. നമ്മുടെ ഉള്ളിലെ പീലാത്തോസിനെ ഒന്ന് ശോധന ചെയ്യുവാൻ, എന്തിനാണ് അസത്യത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ അന്തസ്സ് നിലനിർത്തുന്നത് എന്നുള്ള വലിയ ചോദ്യം ഈ വേദഭാഗം നമ്മോട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യരുടെ മുൻപിൽ ജയിക്കുകയും മനസ്സാക്ഷിക്ക് മുന്നിൽ തോൽക്കുകയും ചെയ്ത വ്യക്തിയുടെ പ്രതീകമാണ് പീലാത്തോസ്. നമ്മളും അങ്ങനെയല്ലേ സുഹൃത്തെ? മനുഷ്യരുടെ മുമ്പിൽ ജയിക്കുവാൻ, മനുഷ്യരുടെ മുൻപിൽ ഞാൻ നല്ലവനാണെന്ന് കാണിക്കുവാനായിട്ട് നടത്തുന്ന വലിയ പരിശ്രമമല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ദാനധർമ്മം ചെയ്യുന്നവനാണ്, ഞാൻ പള്ളി പോകുന്നവനാണെന്ന് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് പീലാത്തോസ്. അതുകൊണ്ടാണ് ആർക്കും മുൻപിൽ അഭിനയിക്കാതെ, ആരുടെ മുൻപിലും അഭിനയിക്കാതെ സ്വന്തം മനസ്സാക്ഷിക്ക് മുൻപിൽ ജയിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം എന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പീലാത്തോസ് തോറ്റുപോയ വ്യക്തിയാണ്. സ്വന്തം മനസ്സാക്ഷിക്ക് മുൻപിൽ, മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി അവരുടെ ആർപ്പ് വിളിക്ക് മുൻപിൽ സ്വന്തം മനസ്സാക്ഷിയെ തോൽപ്പിച്ച വ്യക്തിയാണ് പീലാത്തോസ്. രണ്ടാമതായിട്ട് പരസ്യ പോരാട്ടത്തിൽ ജയിച്ചവനും ആന്തരിക പോരാട്ടത്തിൽ തോറ്റവനുമാണ് പീലാത്തോസ്. മറ്റുള്ളവർ കാണുകയും നമ്മൾ കുരിശ് വരയ്ക്കുകയും കുരിശ് ധരിക്കുകയും ഞാൻ ക്രിസ്ത്യാനിയാണെന്നും ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്നും മറ്റുള്ളവർ കാണുകയും മേനി പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന നമ്മൾ സത്യത്തിൽ പരസ്യ പോരാട്ടത്തിൽ ജയിച്ചവരായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ആന്തരികമായ നമ്മുടെ പോരാട്ടത്തിൽ തോറ്റവനായിട്ട് പീലാത്തോസിൻ്റെ പ്രതിനിധിയായിട്ട് പലപ്പോഴും നമ്മൾ മാറാറില്ലേ? മൂന്നാമതായിട്ട് സത്യത്തേക്കാൾ സന്തോഷത്തെ സ്നേഹിച്ച വ്യക്തിയാണ് പീലാത്തോസ് എന്ന് പറയാറുണ്ട്. അവൻ സത്യത്തേക്കാൾ അധികം തൻ്റെ സന്തോഷവും സമാധാനവും, തൻ്റെ സുരക്ഷിതമായ സ്ഥാനവും, തൻ്റെ അധികാരത്തിൻ്റെ അന്തസ്സിനെയും സ്നേഹിച്ച വ്യക്തിയാണ് പീലാത്തോസ്. പല സത്യങ്ങൾക്കും എതിരെ നമ്മൾ നിൽക്കുന്നതും ഈയൊക്കെ കാരണത്താൽ തന്നെയാണ്. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ്,
നമ്മുടെ സ്നേഹിക്കുന്നവരുടെ മുൻപാകെയുള്ള നമ്മുടെ ജീവിതം, മറ്റുള്ളവർ കാണുകയുള്ള നമ്മുടെ ക്രൈസ്തവ ജീവിതം, അതിൻ്റെ മുൻപിൽ എത്ര സത്യങ്ങളെ നാം മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മറച്ചു വെച്ച സത്യത്തിൻ്റെ പേരാണ് പീലാത്തോസ്. ഇനിയെങ്കിലും സുഹൃത്തെ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ആ മറച്ചു വെച്ച പീലാത്തോസിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണ്ടേ? ഇനിയെങ്കിലും നമുക്ക് മനസ്സാക്ഷിക്ക് മുൻപിൽ ഒന്ന് ജയിക്കണ്ടേ? ഇനിയെങ്കിലും സന്തോഷത്തേക്കാൾ അധികം സത്യത്തെ നമുക്ക് സ്നേഹിക്കണ്ടേ? ഇനിയെങ്കിലും പരസ്യമായ പോരാട്ടത്തേക്കാൾ, അല്ലെങ്കിൽ പരസ്യമായ ജീവിതത്തേക്കാൾ ആന്തരികമായ പോരാട്ടത്തിലും ആന്തരികമായ ജീവിതത്തിലും നമുക്കൊന്ന് ജയിക്കണ്ടേ? പ്രകടമായ നന്മയിൽ കഴിയുന്ന രഹസ്യ പാപികളായിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ തീരുന്നത്? പ്രത്യേകിച്ച് മറ്റുള്ളവർ കാണുകെ നമ്മൾ നന്മ ചെയ്യുന്നുവെന്ന് മേനി പറയുകയും നടിക്കുകയും ചെയ്തിട്ട് രഹസ്യത്തിൽ പാപികളായി ജീവിക്കുന്ന നമ്മിൽ ആ പീലാത്തോസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ പീലാത്തോസിനെ ഒന്ന് തിരിച്ചറിയുവാനും, നമ്മുടെ ഉള്ളിലെ പീലാത്തോസിനെ മാറ്റി നിർത്തുവാനും, സത്യത്തെ ചേർത്തു വയ്ക്കുവാനും, മനസാക്ഷിക്ക് മുമ്പിൽ ജയിക്കുവാനും, ആന്തരിക പോരാട്ടത്തിൽ മുന്നോട്ട് പോകുവാനും, സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും അധികം സത്യത്തെ തിരിച്ചറിയുവാനും സ്നേഹിക്കുവാനും സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാനും ഈ നോമ്പിൻ്റെ കാലഘട്ടം ഇടയാകേണ്ടതില്ലേ എന്നുകൂടെ പരിശോധിക്കട്ടെ. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ജയിച്ചു നിൽക്കുന്ന പലരും സ്വകാര്യ ജീവിതത്തിൽ പരാജിതരും തോറ്റവരുമാണെന്നുള്ള സത്യം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ജയിക്കുവാനും, ദൈവസന്നിധിയിൽ സത്യത്തെ കൂട്ടുപിടിക്കുവാനും, സന്തോഷത്തേക്കാൾ ഉപരിയായി സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാനും നമുക്ക് ഇടയാകേണ്ടതുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. തമ്പുരാൻ ചിലപ്പോൾ മൗനമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. തമ്പുരാൻ മിണ്ടാതിരിക്കുന്നത് തമ്പുരാൻ്റെ ദീർഘക്ഷമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലെ പീലാത്തോസിനെ തിരിച്ചറിഞ്ഞ് സത്യത്തെ സ്നേഹിക്കുവാനും, സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാനും, ആന്തരിക പോരാട്ടത്തിൽ ജയിക്കുവാനും, മനസ്സാക്ഷിക്ക് മുമ്പിൽ ജയിക്കുവാനും ഈ നോമ്പിൻ്റെ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. സ്നേഹപൂർവ്വം ജെർനച്ച്.